ഗ്ലോറി ടു ഗോഡ്. ലീവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെയും ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാനഡയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയാണ്. തൻ്റെ പേർ വെളിപ്പെടുത്തുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ഭാവിയെക്കുറിച്ച് തനിക്ക് വലിയ ആകുലതയും വിഷമവുമാണ്. അതിനകത്ത് ദൈവം ഒരു അത്ഭുത വഴി തനിക്കും തൻ്റെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ദൈവം തുറക്കേണ്ടതിനായിട്ട്, ഇതേ തുടർന്ന് തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ തൻ്റെ ജോലിയിൽ തനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. ദൈവം ഒരു അത്ഭുതം തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതിനായിട്ട് എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഞാൻ വിശ്വസിക്കുന്നു യേശുവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. എത്ര വിഷമിച്ചിരിക്കുന്നവനെയും എത്ര തകർന്നിരിക്കുന്നവനെയും കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കഴിയുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മകൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. 34-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആരും സഹായിക്കാൻ കൂടെയില്ല എന്ന് ചിന്തിക്കുമ്പോഴൊക്കെയും വലിയവനായ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. കണ്ണുകളൊന്ന് അടയ്ക്കാം. കാരണം ഈ മകൾ മുഖാന്തരമാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു വലിയൊരു അത്ഭുതം ഈ മകളുടെ ജീവിതത്തിൽ കർത്താവ് ഈ വർഷം ചെയ്യും. കർത്താവിൻ്റെ കരം വെളിപ്പെടും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഈ മകളുടെ ഭാവിയെ കരുതിയിരിക്കുന്നതിനായി സ്തോത്രം. എല്ലാ നിലയിലും അങ്ങ് അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. സകലതും ചന്തവും ഉചിതവുമായി ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലേക്ക് ഞങ്ങൾ ഈ മകളെ ഏൽപ്പിക്കുകയാണ്. അപ്പാ, ഒരു വലിയ വാതിൽ തുറക്കണമേ, വലിയ ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ. അപ്പാ, അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ഈ മകൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ഈ മകൾ ഇന്നു മുതൽ സ്വസ്ഥമായി ഉറങ്ങട്ടെ. ഈ മകൾക്ക് ഇപ്പോൾ മുതൽ ജോലിയിൽ വലിയ ഉയർച്ചകൾ സംഭവിക്കട്ടെ. ഇവളുടെ ജീവിതത്തിനകത്ത് എവിടെല്ലാം ശത്രു വാദിച്ചിട്ടുണ്ടോ അവിടെല്ലാം ഇപ്പോൾ ഇവളും ഇവളുടെ തലമുറയും അത്ഭുതം കാണാൻ പോവുകയാണ്. കർത്താവേ, അങ്ങ് ആരും സഹായമില്ലാത്തവർക്ക് സഹായമാണ്. അങ്ങ് ഈ മകൾക്ക് വേണ്ടി അത്ഭുതം ആ ദേശത്തിൽ ചെയ്യുകയാണ്. വലിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു. വലിയ ദൈവത്തിൻ്റെ കരം ചലിക്കാൻ പോകുന്നു. യേശുവേ, ഈ എപ്പിസോഡ് കഴിയുമ്പോൾ തന്നെ ഈ മകൾക്കൊരു വലിയ അത്ഭുതം കർത്താവ് ചെയ്യുന്നതിനായി നന്ദി. കർത്താവെ, എന്നെ കാണുന്ന ഓരോ മക്കളെ അവരുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. വലുത് ഇവർക്ക് വേണ്ടി അങ്ങ് വെളിപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച എല്ലാ വഴികൾക്കും വിധങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കൂടെ എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നവനാണ്, കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണ്? നിങ്ങൾ ഈ വചനം വിശ്വസിക്കുമ്പോൾ ഈ ചാനൽ മാറ്റാതെ ഏത് മീഡിയ മാർഗത്തിലാണോ എന്നെ ശ്രദ്ധിക്കുന്നത്, ഒന്നുകൂടെ ദൈവം എന്നോട് സംസാരിക്കും എന്നുള്ള ആ ഉറപ്പോടുകൂടെ നിങ്ങൾ ഇന്ന് ഈ എപ്പിസോഡ് ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവനിൽ വിശ്വസിച്ച ഒരാളും ലജ്ജിച്ചു പോകത്തില്ല. അവനെ കാത്തിരുന്ന ഒരാൾ പോലും ലജ്ജിച്ചു പോകത്തില്ല. അവൻ്റെ മുഖത്ത് നോക്കിയവരാരും ലജ്ജിച്ചു പോകത്തില്ലെന്നുള്ള ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കാരണം ഇത് നിങ്ങളുടെ സമയമാണ്. ദൈവം ഓരോരുത്തരുടെ ജീവിതത്തിനകത്തും ദൈവികമായ സമയങ്ങളെ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഏറ്റെടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവരെൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അവരെൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നവന് ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ദൈവപ്രവർത്തികളെ സ്വീകരിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കണം. കാരണം യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നാണ്. കാരണം കാത്തിരിക്കുന്നവൻ്റെ മേളിൽ ഒരു ശക്തിയുടെ വലിയ പുതുക്കം വെളിപ്പെട്ട് വരും, ഒരു ഭയങ്കര ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെട്ട് വരും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം വാക്കുമാറാത്തവനാണ്. ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ, ആരും സഹായമില്ലാത്തവൻ, എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തിനകത്ത് ഇനി ആ കുളത്തിലിറങ്ങി ഒരു സൗഖ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇതാ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്
പലവരെയും മറികടന്നുകൊണ്ട് യേശു അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. കാരണം അവൻ്റെ കാത്തിരിപ്പ് വൃഥാവല്ല. അവൻ യേശുവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഒരു സൗഖ്യം പ്രതീക്ഷിച്ചതുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ ദൈവം അവൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഇന്ന് പ്രവചന സന്ദേശമായി നിങ്ങളുടെ ജീവിതത്തിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവർ മുഴുവൻ ഇന്നത്തെ വചന സന്ദേശം ഉറപ്പായി കേൾക്കണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് 2 ശമൂവേൽ 9 അധ്യായമാണ്. ആ വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്ന് തോന്നുന്ന ചിലവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് 2 ശമൂവേൽ 9 അധ്യായം അതിൻ്റെ 1 വാക്യത്തിലേക്ക് വരാം. അനന്തരം ദാവീദ്, ഞാൻ യോനാഥൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നു എന്ന് അന്വേഷിച്ചു. ഈ വചന പശ്ചാത്തലം ആദ്യമായി കേൾക്കുന്നവരുണ്ടാകാം. ഈ 9 അധ്യായം 13 വാക്യങ്ങൾ മാത്രമാണുള്ളത്. ഈ അധ്യായം നിങ്ങൾ മനസ്സിരുത്തി വായിക്കാൻ തയ്യാറാകണം. അധ്യായത്തിനകത്ത് അർഹിക്കാത്ത ഫേവറുകൾ ദൈവം തുറക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ 9 അധ്യായം അതേപോലെ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണുനീരിൽ തീരത്തില്ല കേട്ടോ. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. ഞാൻ ഇന്ന് ഈ വചന സന്ദേശം നിങ്ങളോട് സംസാരിക്കാൻ കാരണം, എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഒന്നുമില്ലാത്തവനായി ദൈവം വിളിച്ചിറക്കിയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സകലതും നൽകി അവനെ മാനിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് അവനോട് ദയവുണ്ടെങ്കിൽ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി അറിയപ്പെട്ടു. ഏകനായി ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനെ സകല സമ്പത്ത് കൊണ്ടും അനുഗ്രഹിച്ച് വലിയ ഒരു ജാതിയാക്കി തീർത്ത, ഒന്നുകൂടെ പറഞ്ഞാൽ അബ്രഹാമിൻ്റെ സന്തതിയാണ് ഇസ്രയേൽ എന്ന രാജ്യമായി തീരുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അബ്രഹാമിൻ്റെ അനുഗ്രഹം കണ്ട് ദേശങ്ങൾ ഭയന്നുപോയെന്നാണ് കാണുന്നത്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതേപോലെ ഒരു അനുഗ്രഹത്തെ ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ ഇത് വിളിച്ചിറക്കിയ അബ്രഹാമിനെ എല്ലാം ഉള്ളവനാക്കി തീർത്ത ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. അതേപോലെ തന്നെ അപ്പനും അമ്മയും ഇല്ലാത്തൊരു സ്ത്രീയെ, എസ്തേറിനെ, ആ രാജ്യത്തിൻ്റെ രാജ്ഞിയാക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും അർഹിക്കാത്ത അൺമെരിറ്റബിൾ ആയിട്ടുള്ള ഫേവർ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ സ്വീകരിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇത് വെളിപ്പെടാൻ പോകുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഹല്ലേലൂയ, അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞ സഹോദരന്മാർ നിന്ദിച്ച ദാവീദിനെ, കാട്ടിൽ കിടന്നവനെ ഒരു രാജാവാക്കാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്തും ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരും. ഈ മേഖലകൾ മുഴുവൻ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെല്ലാം അർഹിക്കാത്ത ഉയർച്ചകളാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ മേളിൽ ദൈവം വയ്ക്കുന്നത്. നിങ്ങളും അതേപോലെ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ദേശത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരും എല്ലാ നിലയിലും തകർക്കപ്പെട്ടവരായിട്ടാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, തകരാനൊരു ദിവസമുണ്ടെങ്കിൽ ദൈവം നിന്നെ മാനിക്കാനൊരു ദിവസമുണ്ട്. അറിയാം, ഇന്നലകളുടെ തകർച്ചകളെ നോക്കാതെ ഇനി ദൈവത്തിൻ്റെ ഉയർച്ചയെ നോക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിൻ്റെ മേളിൽ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. എങ്കിൽ ഈ വചന പശ്ചാത്തലത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇതാ ദാവീദ് യോനാഥൻ്റെ നിമിത്തം ദയവ് കാണിക്കേണ്ടതിന് ആ കുടുംബത്തിൽ, ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ താഴോട്ടുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ ശൗലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭൃത്യൻ ഇപ്പോൾ ദാവീദിൻ്റെ കൂടെ ഉണ്ട്. അവനെ വിളിക്കുകയാണ്. ആ ഭാഗമാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ ശൗലിൻ്റെ ഗൃഹത്തിൽ സീബ എന്ന പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവ് അവനോട്, നീ സീബായോ എന്ന് ചോദിച്ചു. അടിയൻ എന്ന് അവൻ പറഞ്ഞു. 3-ാമത്തെ വാക്യം, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് 2 കാലം മുടന്തനായിട്ട് യോനാഥൻ്റെ ഒരു മകൻ ഉണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതാ ദാവീദ് ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിനായിട്ട്, യോനാഥൻ്റെ നിമിത്തമുള്ള ദയ ആ കുടുംബത്തോട് കാണിക്കേണ്ടതിനായിട്ട് ദാവീദ് അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുമ്പോൾ ശൗലിനോട് കൂടെ ഉണ്ടായിരുന്ന സീബ എന്ന ഭൃത്യനെ കുറിച്ച് അറിയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ ഉടനെ അവനെ വിളിച്ചു വരുത്തി അവനോട് തിരക്കുകയാണ്, ആരെങ്കിലും വിശേഷിക്കുന്നുണ്ടോ എന്ന് തിരക്കുകയാണ്. ആ സമയത്ത് അവൻ പറയുകയാണ്, ഒരാൾ ശേഷിക്കുന്നുണ്ട്. ആ വ്യക്തി 2 കാലം മുടന്തനായ ഒരു മനുഷ്യനാണ്. അവൻ്റെ പേര് മെഫിബോശത്ത് എന്നാണ്. ഹല്ലേലൂയ. അവനെക്കുറിച്ച് ഇതാ ശീബ രാജാവിനോട് കാര്യങ്ങൾ പറയുകയാണ്. എന്നെ ശ്രദ്ധിക്കണമേ, ഇവൻ 2 കാലം മുടന്തനായ ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ.
ഇനി ആ കുടുംബത്തിൽ ആരും ശേഷിക്കുന്നില്ല. ഈ കുടുംബ പശ്ചാത്തലം നിങ്ങൾക്കറിയണമെങ്കിൽ മെഫീബോശത്ത് ഒറ്റ ദിവസം കൊണ്ട് മുടന്തനാക്കുകയും ഒറ്റ ദിവസം കൊണ്ട് അപ്പനെയും അപ്പനെയും സഹോദരങ്ങളെയും തനിക്ക് നഷ്ടപ്പെട്ടു. തനിക്കുള്ളതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനാണ്. മെഫീബോശത്തിനെ കുറിച്ച് ആഴമായി പഠിക്കുന്നവർക്കറിയാം, ജീവിതത്തിനകത്ത് ഇന്ന് ഒരു വസ്തുവക പോലും സ്വന്തമില്ലാതെ, ഒരു സ്വന്തം പാർപ്പിടം പോലും സ്വന്തമില്ലാതെ അവൻ ഒരു അന്യൻ്റെ വീട്ടിൽ, ഒരു ബന്ധുക്കാരൻ്റെ വീട്ടിൽ താമസിക്കുകയാണ്. ആ താമസിക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടവനായി, ആരുടെ സഹായം കൂടാതെ മുമ്പോട്ട് ജീവിക്കാൻ കഴിയാത്തവനായി നിൽക്കുമ്പോൾ ദൈവം രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു ദയ കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നയാളാണെങ്കിൽ, നിങ്ങൾ കാണും നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത്. നിങ്ങൾ കാണും അർഹിക്കാത്ത അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുന്നത്. കാരണം എൻ്റെ ദൈവം ഒന്നും മറക്കുന്നവനല്ല. എൻ്റെ ദൈവം സകലതും ഓർക്കുകയും തക്ക സമയത്ത് വഴികൾ തുറക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ്. നിങ്ങൾ ഒന്നുകൂടെ ആഴം ശ്രദ്ധിക്കണമേ. ഇത് 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. 2 ശമൂവേൽ 9-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. അപ്പോൾ ദാവീദ് രാജാവ് ആളെ അയച്ചു, ലോദേബാരിൽ അമ്മിയേലിൻ്റെ മകനായ മാഗീരിൻ്റെ വീട്ടിൽ നിന്ന് അവനെ വരുത്തി. 6-ാമത്തെ വാക്യം. ശൗലിൻ്റെ മകനായ യോനാഥൻ്റെ മകൻ മെഫീബോശത്ത് ദാവീദിൻ്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് മെഫീബോശത്തെ എന്ന് വിളിച്ചതിന് അടിയൻ എന്ന് അവൻ പറഞ്ഞു. 7-ാമത്തെ വാക്യം. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥൻ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനായ ശൗലിൻ്റെ നിലമൊക്കെയും നിനക്ക് മടക്കി തരുന്നു. നീയോ നിത്യം എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊള്ളണം എന്ന് പറഞ്ഞു. 7 വരെയുള്ള വചന പശ്ചാത്തലം പഠിക്കുന്നവർക്ക് മനസ്സിലാകും, 2 കാലം മുടന്തുള്ള ഒരു മനുഷ്യനെ ഇതാ രാജാവ് അന്വേഷിച്ച് സ്വന്തം വീട് പോലും ഇല്ലാത്തവനെ വിളിച്ചു വരുത്തി. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നവന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തിരികെ കൊടുക്കുകയാണ്. അവൻ്റെ അപ്പൻ്റെ വസ്തുവകകൾ മുഴുവൻ അവൻ അവകാശമായി മടക്കി കൊടുക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, ഞാൻ കഴിക്കുന്ന മേശയിലിരുന്ന് ഇന്നു മുതൽ നീ എൻ്റെ കൂടെ ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയൊരു പദവി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഉയർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടവരായിരിക്കാം. ഇവൻ്റെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിയാൽ 1 ശമൂവേൽ 31-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഇങ്ങനെ ശൗലും അവൻ്റെ 3 പുത്രന്മാരും അവൻ്റെ ആയുധവാഹനം അവൻ്റെ ആളുകളും അന്ന് ഒന്നിച്ചു മരിച്ചു. ഇതാ മെഫീബോശത്തിനെ കുറിച്ച് നിങ്ങൾ ഞാനും ചിന്തിക്കുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് എല്ലാവരും അവന് നഷ്ടപ്പെട്ടു പോയി. അപ്പനും അപ്പൻ്റെ സഹോദരങ്ങളും അപ്പൻ്റെ അപ്പനായ ശൗലും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ. ശത്രു അതെല്ലാം കൈവശമാക്കിയാണ്. ഫിലിസ്ത്യർ അന്ന് അതെല്ലാം കൈവശമാക്കി. എന്നാൽ ദാവീദ് രാജാവ് മുഖാന്തരം എല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ ദയ വെളിപ്പെടുകയാണ്. നിങ്ങൾ വിശ്വസിച്ചേ, അവൻ നഷ്ടങ്ങളിലല്ല ജീവിക്കുന്നത്, രാജാവിൻ്റെ മേശയിലിരുന്ന് ആഹാരം കഴിക്കുന്ന പദവി അവന് വെളിപ്പെടുകയാണ്. അതേപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ഇന്നു മുതൽ അപ്പനുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം ദാവീദ് അവൻ്റേതായി അവകാശം കൊടുക്കുന്നവന് മടക്കി കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇത് ദാവീദിൻ്റെ ഗുണമല്ല, ദാവീദിൻ്റെ മേളിൽ ദൈവം പകർന്നിരിക്കുന്ന ദയയാണ്. താൻ മുടന്തനായി തീരാൻ കാരണം ഒറ്റ ദിവസം കൊണ്ട് തനിക്കുള്ളവരെല്ലാം മരിച്ചു എന്ന് കേട്ട് 5 വയസ്സുള്ളപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്ത് ഓടുന്ന ഇടയിൽ ആ ധാത്രി ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വീണു പോകുന്നൊരു പശ്ചാത്തലമുണ്ട്. 2 ശമൂവേൽ 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ശൗലിൻ്റെ മകനായ യോനാഥന് 2 കാലം മുടന്തനായിട്ടൊരു മകനുണ്ടായിരുന്നു. ഇസ്രയേലിൽ നിന്ന് ശൗലിൻ്റെയും യോനാഥൻ്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണ് മുടന്തനായിപ്പോയി. അവന് മെഫീബോശത്ത് എന്ന പേര്. ഇതാ മെഫീബോശത്തിൻ്റെ പശ്ചാത്തലം പറയുകയാണ്. ശൗലും അവൻ്റെ മകൻ യോനാഥനും അവനുള്ളവരെല്ലാം മരിക്കുന്ന ദിവസം അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടുകയാണ്. ഓടുന്ന വഴിയിൽ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവൻ വീണു പോവുകയാണ്. അന്നു മുതൽ അവൻ മുടന്തനായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് താനൊരു നിത്യരോഗിയായിത്തീരുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണോ? ഇതേപോലെ എന്നെ കേൾക്കുന്ന ആരൊക്കെ കൊണ്ട് എല്ലാം ഒരു സമയം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ വീട്ടുകാർ നഷ്ടപ്പെട്ടു പോയി, ഇന്ന് ഒരു അനാഥനെ പോലെ ജീവിക്കുന്ന ആരൊക്കെയല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവരോടെല്ലാം നോക്കി വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവത്തിന് സകലതും മടക്കി തരാൻ പറ്റും. എൻ്റെ ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവം നിൻ്റെ അവകാശങ്ങളെ മടക്കി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവനെ ദാവീദ് അന്വേഷിച്ച് അവനുള്ളതെല്ലാം മടക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ദാവീദ് അവനോട്
ഒരു ഭയങ്കര ദയ കാണിക്കുകയാണ്. ഇന്നു മുതൽ എൻ്റെ കൂടെ എൻ്റെ മേശയിൽ നിന്ന് നിനക്ക് കഴിക്കാൻ പറ്റും. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ 8-ാമത്തെ വാക്യം അവൻ പറയുന്നതാണ് ഇന്നത്തെ വചനത്തിൽ ഏറ്റവും വലിയ ആഴം. 8-ാമത്തെ വാക്യം 2 ശമൂവേൽ 9-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവൻ നമസ്കരിച്ചും കൊണ്ട് ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിക്കുവാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ശൗലിന്റെ ഭൃത്യനായ സീബായെ വിളിച്ചു അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവന്റെ സകല ഗൃഹത്തിനും മുമ്പുള്ളതൊക്കെയും ഞാൻ നിന്റെ യജമാന് മടക്കി കൊടുത്തിരിക്കുന്നു. 10-ാമത്തെ വാക്യം. നീയും നിന്റെ പുത്രന്മാരും വേലക്കാരും നിന്റെ യജമാനന്റെ മകന് ഭക്ഷിക്കുവാൻ ആഹാരമുണ്ടാകേണ്ടതിന് അവന് വേണ്ടി ആ നിലം കൃഷി ചെയ്ത് അനുഭവം എടുക്കണം. നിന്റെ യജമാനന്റെ മകനായ മെഹീഫോശത്ത് നിത്യം എൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചുകൊള്ളാം. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കെ, രാജാവിൻ്റെ അടുക്കൽ ഇതാ മെഹീഫോശത്ത് പറയുകയാണ്, ഞാനൊരു ചത്ത നായെപ്പോലെയാണ് ഇരുന്നത്. എന്നോട് ഈ ദയവ് കാണിക്കാൻ ഞാൻ എന്തുമാത്രമാണുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടാലും നീ വിളിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി വലിയ അത്ഭുതത്തെ ചെയ്യും. ഇതാ മെഹീഫോശത്ത് പറയുകയാണ്, ചത്ത നായെപ്പോലിരുന്ന ഞാൻ ഇതെല്ലാം പ്രാപിക്കാൻ എന്താണുള്ളത്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവമക്കളും വലിയൊരു അത്ഭുതം പ്രതീക്ഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ദൈവത്തിന് മടക്കി തരാൻ കഴിയും. ഹല്ലേലൂയ. ഇതായി അവൻ്റെ യജമാനൻ്റെ ഭൃത്യൻ സീബയും അവൻ്റെ കുടുംബവും അവൻ്റെ വേലക്കാരും ഇന്നു മുതൽ മെഹീഫോശത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി അവൻ്റെ നിലം കൃഷി ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്നു മുതൽ ആരുമില്ലാത്ത മെഹീഫോശത്തിന് 35 ജോലിക്കാരെ ലഭിക്കുകയാണ്. അല്ലെങ്കിൽ 35 പേർ അവന് വേണ്ടി വേല ചെയ്യുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങൾ ആ പട്ടണത്തിൽ മാനിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ യേശുവിനെ വിളിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് 2 ജനറേഷൻ നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം മടക്കി തരാൻ പോവുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം വാക്കുമാറാത്തവനാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. എല്ലാം നഷ്ടപ്പെട്ടു പോയതിനെയും കർത്താവ് മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വാക്യത്തിലേക്ക് കൊണ്ട് നമ്മൾ വരികയാണ്, അവസാനത്തെ വാക്യത്തിലേക്ക്. ഇങ്ങനെ മെഹീഫോശത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോകുന്നു. അവന് 4 രണ്ടും മുടന്തായിരുന്നു. നമുക്ക് 11-ാമത്തെ വാക്യത്തിലേക്കും 13-ാമത്തെ വാക്യത്തിലേക്കും വന്ന് പ്രാർത്ഥിക്കാം. രാജാവായ യജമാനൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യും എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെഹീഫോശത്തോ രാജകുമാരിൽ ഒരുത്തനെ പോലെ ദാവീദിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോകുന്നു. അന്നു മുതൽ സീബ ദാവീദ് പറഞ്ഞത് മുഴുവൻ കേൾക്കുകയാണ്. അന്നു മുതൽ മെഹീഫോശത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം വെളിപ്പെട്ടു. രാജകുമാരന്മാർ കഴിക്കുന്ന മേശയിൽ അവനും പങ്കാളിത്തം ലഭിച്ചു. ഇതുവരെയും ചത്ത നായെപ്പോലെ ജീവിച്ചവൻ, ദേശത്തിലെല്ലാവരും ഉപേക്ഷിച്ച് എല്ലാവരും തെള്ളിയവനെ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് അർഹിക്കാത്തൊരു അത്ഭുതത്തിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതൊരു അത്ഭുതമാകാൻ പോകുന്നു. 13-ാമത്തെ വാക്യം കൂടെ. ഇങ്ങനെ മെഹീഫോശത്ത് യെരൂശലേമിൽ തന്നെ വസിച്ച് രാജാവിൻ്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോകുന്നു. അവന് 4 രണ്ടും മുടന്തായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ യെരൂശലേമിൽ വസിച്ച രാജാവിൻ്റെ ഭക്ഷണ മേശയിൽ ഇരുന്ന് അവൻ ഭക്ഷണം കഴിച്ചു പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ അർഹിക്കാത്തൊരു നിലയിൽ ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റാൻ പോവുകയാണ്. എത്ര പേർ ഇന്നത്തെ വചനത്തിനകത്ത് വിശ്വസിക്കുന്നു? ആരും സഹായമില്ലാത്ത, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ചത്ത നായെപ്പോലെ ഇരുന്ന മെഹീഫോശത്തിനെ ദൈവത്തിന് ഇത്രയും ഉയർത്താൻ പറ്റുമെങ്കിൽ നിൻ്റെ ജീവിതത്തിനകത്തും വിശ്വസിക്കുക, വലിയൊരു അത്ഭുതം ദൈവത്തിന് ചെയ്യാൻ പറ്റും. നമുക്കൊരുമിച്ച് വിശ്വസിക്കാം. ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കാൻ പോകുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന് ശേഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കടന്നു വന്നാട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ അഭിഷിക്തനോട് ഞാൻ 2 പ്രാർത്ഥനാ വിഷയം പറയാൻ ഞാൻ വന്നു. എങ്കിലും അത് ആത്മാവിൽ എന്നോട് തന്നെ അത് വെളിപ്പെടുത്തി പറഞ്ഞു. ആ വിഷയം 2ഉം കർത്താവ് അത്ഭുതം ചെയ്ത്. ഒന്ന് എൻ്റെ മകൾക്ക് വേണ്ടി, നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിലായിരുന്ന മകൾക്ക് വീണ്ടും അവൾ റിസൈൻ ഇട്ട് ശമ്പളം കുറവാണെന്ന് പറഞ്ഞ്. അങ്ങനെ ആ വിഷയത്തിന് ഞാനും മകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസൻ മകളോട് പറഞ്ഞ് 20-നകം നീ വീണ്ടും സന്തോഷിക്കുമെന്ന്. 17-ാം തീയതി മകൾക്ക് അവിടുന്ന് ഓർഡറായി. മോൾ മധുരയിൽ എയർപോർട്ടിൽ ജോലിക്ക് കയറി ശമ്പളത്തോടുകൂടി. കർത്താവ് ചെയ്ത വൻ കാര്യങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. വീണ്ടും ഞാനൊരു പ്രാർത്ഥനാ വിഷയം പാസ്റ്ററോട് പറഞ്ഞ്, എൻ്റെ മകന്
ഒരു ജോലിക്കാരിയും. മകൻ ദുബൈയിലെ ഒരു ഡ്രൈവറായിരുന്നു. എങ്കിലും മകൻ എൻ്റെ കൂടെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ മകൻ എന്നോട് ഇതുവരെയും ജോലി കാര്യങ്ങളൊന്നും പറയത്തില്ല. എന്താ പറഞ്ഞാൽ അമ്മ എപ്പോഴും പറയും, മോനെ യേശു അത് ചെയ്യുമെന്ന്. അതുകൊണ്ട് മകൻ പറയാതിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വിളിക്കുന്ന, അമ്മേ എനിക്കൊരു ജോലിക്ക് പ്രൊമോഷനായിട്ടുണ്ട്. എൻ്റെ MD വിളിച്ചിട്ട് പറയുന്നു, നീ അടുത്ത മാസം മുതൽ സൂപ്പർവൈസറായിരിക്കും. അപ്പോഴും മോനിത് കേട്ടിട്ട് പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ഞാൻ ആ ഒരു വാക്കിന് വേണ്ടി മകനോട് ആഗ്രഹിച്ചിരുന്നു. കർത്താവ് അതും ചെയ്ത്. ഇനിയും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, സഹോദരി എനിക്കൊരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിൻ്റെ മേലും അത്ഭുതം ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്യാൻസർ പേഷ്യൻ്റാണ്. അതിന് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് കഴിച്ചാലും ഭയങ്കര എരിച്ചിലാണ് വയറിനകത്ത്. എപ്പോഴും എന്ത് ഭക്ഷണം കഴിച്ചാലും ഭയങ്കര എരിച്ചിലാണ്. അപ്പോൾ ആ എരിച്ചിൽ മാറി എൻ്റെ വയറിൻ്റെ. ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഈ ക്യാൻസറിനെ തുടർന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായേ? അതെ അതെ. അറിയാം, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതെ അതെ. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച ഒരു കുഴപ്പമില്ല കഴിക്കുന്നതിന്. ഓ ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, കഴിഞ്ഞ ആഴ്ച പറയിച്ചതല്ല, ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ കഴിച്ചിട്ട് വന്നിട്ടാണ് ഈ സൗകര്യ സാക്ഷ്യം പറയുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യം ഒന്ന് ഉയർത്തി. ഹല്ലേലൂയ. സിസ്റ്റർ, ഈ മീറ്റിങ്ങിനകത്ത് സിസ്റ്ററിന് എന്തുവായിരുന്നു അനുഭവം ഉണ്ടായത്? ഹല്ലേലൂയ. മീറ്റിങ്ങിനകത്ത് ഈ സൗഖ്യം നടക്കുമെന്ന് സിസ്റ്ററിന് എങ്ങനെ മനസ്സിലായി? ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഉണ്ടായ ആ അനുഭവം കൂടെ ഒന്ന്. ഹല്ലേലൂയ. ഞാൻ ഭയങ്കര സന്തോഷം, ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അപ്പോൾ ഈ ഷീല സിസ്റ്റർ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ പോവാം. അങ്ങനെ വന്നു എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പറയുകയും ചെയ്തു, അത് എന്തോ ഒരു എനർജിയാണ് എനിക്ക് തോന്നിയത്. ആമേൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അക്കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സഹോദരിക്ക് അങ്ങനൊരു സന്തോഷം തോന്നാൻ അനുഭവമായി തുടങ്ങി. ഒരു എനർജി വ്യാപരിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകാൻ തുടങ്ങി. ആ സമയം മുതൽ അവളുടെ വയറ്റിനകത്ത് എരിച്ചിൽ മാറി. ഹല്ലേലൂയ. വേറെ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് എത്ര പേർ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? ഉറപ്പോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകളൊന്ന് അടയ്ക്കാം. ഈ സമയത്ത് രോഗമുള്ളവർ ആ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കരം വെച്ചുകൊണ്ട് ഞാൻ അത്ഭുതം പ്രതീക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി പ്രതീക്ഷിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അത്ഭുതങ്ങളുടെ മന്ത്രിയാണല്ലോ അപ്പ. ഇന്ന് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ടി വാതിലുകൾ തുറക്കണമേ അപ്പ. അല്ലെ, ഈ ഒരു രാത്രി കൊണ്ട് വലിയ വാതിലുകൾ തുറക്കുന്ന യാക്കോബിൻ്റെ ദൈവം, ഹല്ലേലൂയ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിൻ്റെ വിടത്തില്ലെന്ന് പറഞ്ഞ ആ ഉറപ്പോടെ പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യണമേ അപ്പ. പ്രാർത്ഥനയുടെ വലിയ കരം, പ്രാർത്ഥനയുടെ ശക്തി ഇന്നും വെളിപ്പെട്ട് വരട്ടെ അപ്പ. രോഗികൾ സൗഖ്യമാകട്ടെ. ഞാൻ ഈ സമയത്ത് തന്നെ ഷീന എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷീനയ്ക്ക് വേണ്ടി ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരികയാണ്. അല്ലെങ്കിൽ ജോസ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ജോസിന് വേണ്ടി വാതിലുകൾ തുറക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ അത്ഭുതകരം, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാണപ്പ. അങ്ങ് വാക്കുമാറാത്ത ദൈവം, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവം. ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ കർത്താവെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നാളുകളായി തലമുറയുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അഡ്മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ എത്ര ശ്രമിച്ചിട്ടും പഠനത്തിൽ ഉയരാത്തവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. കർത്താവെ, അവരെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ വലിയ വിടുതലുകൾ, സൗഖ്യം നടക്കുന്നതിനായി നന്ദി. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ സജീവ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സജീവിന് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ അപ്പ. കർത്താവിൻ്റെ കരം വെളിപ്പെടുത്തുന്നതിനായി നന്ദി. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഷിബുവിന് വേണ്ടി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. കർത്താവെ, അങ്ങ് മാനിക്കണമേ അപ്പ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ജെയിംസ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ജെയിംസിന് വേണ്ടി പുതിയ വഴികൾ ദൈവം തുറക്കുകയാണ്. കർത്താവെ, അങ്ങ് മാനിക്കുന്ന ദൈവമാക്കിയാൽ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാക്കിയാൽ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നതാണ്. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തമ്പുരാനെ, അങ്ങ് എനിക്ക് വേണ്ടി ഒരത്ഭുതം ഇപ്പോൾ ചെയ്യണമേ അപ്പ. പ്രത്യേകിച്ച് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നാളത്തെ ദിവസം അവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. നാളത്തെ ദിവസം ദൈവപ്രവൃത്തിയുടെ ദിവസമാണ്. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും കർത്താവെ
ഓരോ മക്കളെ ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ബാങ്ക് ലോൺ കിട്ടാത്തവരുണ്ട്, സാമ്പത്തികം എത്ര ശ്രമിച്ചിട്ടും കയ്യിൽ വരാത്തവരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ കരം വെളിപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ തുറക്കുകയാണ്. കർത്താവെ, അങ്ങ് വലിയ ദൈവമാകിയാൽ, അങ്ങ് വലിയ ദൈവമാകിയാൽ അങ്ങയുടെ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി തുറന്നതിനായി സ്തോത്രം. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാതിൽ തുറന്നതിനായി സ്തോത്രം. ദൈവമേ, അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ, ഇപ്പോൾ തന്നെ ബിസിനസ്സുകൾ തുടങ്ങുവാൻ, ഇപ്പോൾ തന്നെ പുതിയ അലലിയ ഷോപ്പുകൾ ഓപ്പൺ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അതിനുള്ള വാതിലുകൾ തുറക്കുന്നതിനായി നന്ദി. ജോലി നഷ്ടമായി പോയവർക്ക് ചില വഴികളങ്ങ് തുറക്കുന്നുണ്ട് അപ്പ. യേശുവിൻ്റെ നാമത്തിൽ മദ്യപാനത്തിൽ തകർന്ന കുടുംബങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു. കുടുംബ വഴക്കാൽ അകന്നു നിൽക്കുന്നവരെ ശ്രദ്ധിക്കുന്നു. ഇവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഇപ്പോൾ വെളിപ്പെട്ട് വരികയാണ്. യേശുവിൻ നാമത്തിൽ സകല രോഗികളും സൗഖ്യമായി. വലിയ വാതിലുകൾ ഇപ്പോൾ തുറന്നു കഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരേ, വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അല്ലുയ നിങ്ങളുടെ സാക്ഷ്യങ്ങളും അറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അല്ലുയ 811 നിങ്ങൾ വിളിച്ചാട്ടെ. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടും. 9072 അല്ലുയ നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ. അതേപോലെ തന്നെ ഈ എപ്പിസോഡുകൾക്ക് വേണ്ടി കരം നീട്ടാൻ പറ്റുന്നവർ നീട്ടണം. അനാഥർക്ക് വേണ്ടി ഫുഡുകളെ സഹായിക്കാൻ പറ്റുന്ന അല്ലുയ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ കഴിയുന്നവരൊക്കെ നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. എങ്കിൽ അടുത്തത്